ജയ്ഹിന്ദ് TV USA എല്ലാ മാന്യ പ്രേക്ഷകർക്കും US ഡയറിയിലേക്ക് സ്വാഗതം. US ഡയറിയിൽ ഇന്ന് സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും കാതോലിക്ക ബാവയുമായ മോറന്മാർ ബസേലിയോസ് ക്ലീമിസ് ബാവയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ബസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവ തിരുമേനിക്ക് ജയ്ഹിന്ദ് TV USA ഈ പ്രത്യേക അഭിമുഖത്തിലേക്ക് സ്വാഗതം. നമസ്കാരം തിരുമേനി. നമസ്കാരം. അമേരിക്കയിലേക്കുള്ള ഈ യാത്രയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അമേരിക്കയിൽ കഴിഞ്ഞ വർഷം നിലവിൽ വന്ന മലങ്കര കത്തോലിക്ക എക്സാർക്കേറ്റ് അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാകുന്നുണ്ട്. അത് അടുത്ത് മനസ്സിലാക്കുന്നതിനും സഭാമക്കളെ കാണുന്നതിനുമുള്ള വളരെ ഹ്രസ്വമായ ഒരു സമയം ഇവിടെ കിട്ടിയത് ഉപയോഗിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇവിടുത്തെ ഈ കൂട്ടായ്മയുടെ സ്നേഹവും കരുതലുമൊക്കെ ഞാൻ പ്രത്യേകമായി അനുഭവിച്ചിട്ടുണ്ട്. അത് എല്ലാം ഓർക്കുന്നതിനും സഭാമക്കളെ നേരിട്ട് കാണുന്നതിനും സംസാരിക്കുന്നതിനും ഒന്നായി ഒരു വിശുദ്ധ കുർബാന ഇവിടെ അർപ്പിക്കുന്നതിനുമുള്ള ഒരു സന്ദർഭം കൂടി ഒരുക്കിയാണ് ഈ സന്ദർശനം ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. സുറിയാനി കത്തോലിക്ക സഭയുടെ ആദ്യത്തെ അമേരിക്കയിലെ ബിഷപ്പായിരുന്നു പിതാവ്. അപ്പോൾ ആ ഒരു നിലയിൽ നിന്നും ഇപ്പോഴത്തെ വളർച്ച എങ്ങനെയുണ്ട്? വളരെ അഭിമാനത്തോടുകൂടി പറയുവാൻ കഴിയും. അമേരിക്കയിലെ മലങ്കര സുറിയാനി കത്തോലിക്ക സമൂഹം അതിൻ്റെ പ്രാരംഭഘട്ടത്തിൻ്റെ പ്രത്യേകമായ പരിമിതികൾ ഒക്കെ അതിജീവിച്ച് സഭാപരമായ അതിൻ്റെ നൈയാമികമായ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക. അതായത് ഒരു ഭദ്രാസനം, ഒരു രൂപത എന്ന് വിളിക്കാവുന്ന ഒരു കാനോനിക്കൽ അസൈൻമെന്റ്, ഒരു നിയമപരമായുള്ള സാധുതയുള്ള ഒരു ക്രമീകരണം തിരുസിംഹാസനം ഇവിടെ ന്യൂയോർക്ക് ആസ്ഥാനമായി സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇടവകകൾ കൂടുതൽ സജീവമായിട്ടുണ്ട്. നമ്മുടെ ആളുകളുടെ വിശ്വാസ ജീവിതവും സഭാപരമായ ബന്ധവും പ്രത്യേകമായി അത് പരിപോഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായി ഞാൻ മനസ്സിലാക്കുക, ഇവിടുത്തെ സഭയുടെ യുവതിയുവാക്കൾ, അതായത് അടുത്ത തലമുറയിലെ കാര്യവിചാരകർ, അവർ വളരെ ആവേശത്തോടുകൂടി ഈ സഭാ ശുശ്രൂഷയിൽ വന്നിട്ടുണ്ട്. പുതിയ മിഷൻ കേന്ദ്രങ്ങളും ഇടവകകളും തുടങ്ങുവാനായി ഉള്ള സംരംഭങ്ങൾ നടക്കുന്നു. സർവോപരി അഭിനന്ദ മാർ യൗസേബിയസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ഈ സഭാ ശുശ്രൂഷ വളരെ സംഘാതാത്മകമായും വളരെ സവിശേഷമായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. തുടങ്ങിയ ആ ഒരു അവസ്ഥയിൽ നിന്ന് വളരെ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു ആത്മസംതൃപ്തി. കാനഡയിലും അമേരിക്കയിലുമായിട്ട് എത്ര ചർച്ചകളാണ് മലങ്കര സുറിയാനി സഭയ്ക്കുള്ളത്? 14 ഇടവകകൾ പുതുതായി ഇപ്പോൾ തുടങ്ങിയ കാനഡയിലെ എഡ്മണ്ടൺ ഇടവക സമൂഹമുണ്ട്. ഇനി മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോൾ തുടങ്ങുവാനായുള്ള അതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായും ഒരു 2 വർഷത്തിനകം പുതിയ പുതിയ മിഷൻ കേന്ദ്രങ്ങൾ
ഞങ്ങളുടെ ആളുകൾ കൂടുതൽ താമസിക്കുന്ന ഇടങ്ങളിൽ തുടങ്ങുവാനായിട്ട് കഴിയും. ഓക്കെ. ഈ അമേരിക്കയിലെ സഭയുടെ സേവന മേഖലകളിൽ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? ഇപ്പോൾ പ്രത്യേകമായി നമ്മുടെ ആളുകളുടെ അജപാലനപരമായ ഒരു ശുശ്രൂഷയിലാണ് നമ്മുടെ ശ്രദ്ധ വന്നിരിക്കുന്നത്. ടു ഹാവ് എ കമ്മ്യൂണിറ്റി വെൽ ഓർഗനൈസ്ഡ്, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രയോറിറ്റി. എന്നാൽ ഈ ആളുകളുടെ മാത്രം ഒരു സംരക്ഷണം അല്ല ഉദ്ദേശിക്കുക. ഇവിടെ നമുക്ക് ഈ പൊതുസമൂഹത്തിന് ഒരു അപ്പസ്തോലിക സഭ എന്ന നിലയിൽ നമുക്ക് എന്ത് ക്രൈസ്തവ സാക്ഷ്യം കൊടുക്കുവാൻ കഴിയും? അമേരിക്കയുടെ സംസ്കാരത്തിൽ ഇവിടെ കുടിയേറി പാർക്കുന്ന എല്ലാ സമൂഹങ്ങൾക്കും തനതായ ഒരു നിയോഗമുണ്ട്. ഇറ്റ്സ് എ മൈഗ്രന്റ് കമ്മ്യൂണിറ്റി ആൻഡ് ഈച്ച് കമ്മ്യൂണിറ്റി ഹാസ് ഹിസ് or its own contributions to be made for the larger interest of the nation. അപ്പോൾ അമേരിക്കയിലെ പൊതുസമൂഹത്തിന് വളരുവാനുള്ള സാധ്യതയിൽ സവിശേഷമായ ഒരു മൂല്യ വ്യവസ്ഥിതിക്ക് തനതായ ഒരു കെട്ടുപണി നടത്തുവാൻ നമ്മുടെ സഭകൾക്കും സമൂഹങ്ങൾക്കും ആകണം. അത് സഭാപരമാകാം, സാമൂഹികമാകാം, ആതുര ശുശ്രൂഷയിലോ വിദ്യാഭ്യാസപരമായ ആകാം, നേതൃത്വപരമായിട്ടാകാം. ഈ ഏറ്റവും വലിയ ശേഷി വിഭവശേഷി, മനുഷ്യ വിഭവശേഷിയാണ്. അപ്പോൾ നമ്മളുടെ പൊതുസമൂഹത്തിൽ നമ്മുടെ ആളുകളുടെ നേതൃത്വം, ഇതെല്ലാം ഇതിനെ സാരമായി സവിശേഷമായി സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു പാസ്റ്ററൽ അസൈൻമെന്റിന് ശേഷം ഈ പൊതുസമൂഹത്തിൽ കൂടുതൽ ശക്തമായി ഇടപെടുന്നതിന് സഭയ്ക്ക് ആഗ്രഹമുണ്ട്. അമേരിക്കയിലെ എല്ലാ സഭകളുടെയും വളരെ ഒരു പ്രത്യേക ഒരു പ്രശ്നമാണ് ഇവിടുത്തെ യുവതലമുറയെ സഭയുടെ ചട്ടക്കൂടിൽ അല്ലെ സഭയുടെ തണലിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. ആ ഒരു കാര്യത്തിന് വേണ്ടി മലങ്കര സുറിയാനി സഭ എന്തെങ്കിലും പ്രത്യേക നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ? ഈ വിഷയത്തിൽ നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട അടിസ്ഥാന യാഥാർത്ഥ്യം, ഈ സമൂഹം ഇപ്പോൾ ഏത് സ്ഥിതിയിൽ നിൽക്കുന്നു, ഇവിടെ എന്തെല്ലാം അനുവദനീയമാണ്, എന്തെല്ലാം അനുവദനീയമല്ല, അനുവദനീയമല്ല എന്നതിനേക്കാൾ എന്തെല്ലാം അനുവദനീയമാണ് എന്ന് പറയുന്നു. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം പറഞ്ഞാൽ, ന്യൂയോർക്ക് സംസ്ഥാനത്ത് ഇപ്പോൾ ഗേ മാരിയേജ് നിയമപരമായി അനുവദിച്ചിരിക്കുന്നു. ഇതൊരു സ്വാതന്ത്ര്യത്തിന്റെ വിഷയമായി പറയുന്ന ആളുകളുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ വിഷയമായി അവതരിപ്പിക്കുന്ന ആളുകൾ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയം, സ്വാതന്ത്ര്യമുണ്ട്, നമ്മൾ പറയുന്ന സ്വാർത്ഥതയുണ്ട്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നത് ഒരു സംസ്കാരത്തിലാണ്. അപ്പോൾ ഈ സംസ്കാരം എന്ന് പറയുന്നത് ധാർമ്മികതയിലും ഉറച്ച ദൈവ വിശ്വാസത്തിലും അടിയുറച്ചതാണ്. ഒരുപക്ഷെ ഞാൻ ദൈവം എന്ന് പറയുകയില്ലായിരിക്കാം. അങ്ങനെ പറയാതിരിക്കുന്നത് കൊണ്ട് ഒരു ദൈവാഭിമുഖ്യം ഇല്ല എന്ന് പറയണ്ട. നമ്മുടെ ചില പ്രായോഗിക നിരീശ്വരവാദികളെ പോലെ ദൈവം ഉണ്ടെന്ന് പറയാൻ പ്രയാസമാണെങ്കിലും അവരെ ആരും കാണാതെ അമ്പലത്തിൽ പോവുകയും പള്ളിയിൽ പോവുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞത്, അപ്പോൾ ഇവിടെയുള്ള ഒരു പൊതുസമൂഹത്തിന്റെ ഒരു സ്ഥിതിയിൽ ആണ് നമ്മുടെ യുവതലമുറ ഉയരേണ്ടത് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഇവിടെ അവർ കാണുന്നതും കേൾക്കുന്നതും ജീവിക്കുന്നതുമായ ഒരു സമൂഹത്തിന്റെ പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വേണം നമ്മൾ അവരെ ഒരു സഭാസമൂഹം എന്ന നിലയിൽ കൂടുതൽ കരുതുന്നതും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും. ഇവിടെ നമ്മൾ സഭയുടേതായ പ്രത്യേക നിയോഗമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. അത് സഭയിൽ നമ്മുടെ ദേവാലയങ്ങളിലെ സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ ഉള്ള പ്രയാസം മാറ്റാനല്ല, വളരെ കൃത്യമായ ദർശനത്തോടുകൂടി ഒരു ജീവിതം കെട്ടിപ്പടുക്കാനാണ്. ഞാൻ സൂചിപ്പിച്ചത് അതാണ്. അമേരിക്കയിലെ പൊതുസമൂഹത്തിന് ഇന്ത്യയിലെ നമ്മുടെ സഭാ സമൂഹങ്ങൾ ഇവിടെ കുടിയേറി പാർക്കുന്നതിൽ അവർക്ക് ഒന്നും നന്മ ചെയ്യുവാനില്ലേ? അതോ ഇവിടുത്തെ ഒരു ധാർമ്മികതയിൽ നിന്ന് വിട്ടുമാറി ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് വഴുതി വീഴുന്നതിനാണോ നമ്മുടെ നിയോഗം? അതോ
പൂവിലും പുല്ലിലും തൂണിലും തുരുമ്പിലും ഈശ്വര സാന്നിധ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ മഹത്തായ ഭാരത സംസ്കാരത്തിൽ നിന്ന് ജനിച്ചു വളർന്ന നമുക്ക് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല എന്ന് വിശുദ്ധ വചനം പറയുന്ന ക്രിസ്ത്യാനിക്ക്, സഭാ സമൂഹത്തിന് നന്മയിലേക്ക്, ഈ അപജയത്തിലേക്ക് വീണവരെ തിരികെ കൊണ്ടുവരുവാനുള്ള നിയോഗമാണ് ഉള്ളത്. അപ്പം ഇവിടെയാണ് സഭകൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. വാട്ട് ഐ മീൻ ടു സേ, ഡു വി ഹാവ് എ കോൺക്രീറ്റ് മിഷൻ ടു ഫുൾഫിൽ ഇൻ ദിസ് ഗ്രേറ്റ് കൺട്രി? ഈ അമേരിക്ക ഒരു സമൂഹത്തിന് തീരെഴുതി കൊടുത്തിട്ടുള്ള രാജ്യമല്ല. ഇത് കുടിയേറ്റ സമൂഹത്തിൻ്റെ ഒരു പൊതു ജീവിത സംസ്കാരമാണ്. ഇവിടുത്തെ ഞാൻ മനസ്സിലാക്കുന്നത് വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഇന്ന് വന്നയാൾ, ഇന്നലെ വന്നയാൾ, കഴിഞ്ഞ ആഴ്ചയിൽ വന്നയാൾ, എല്ലാവരും കുടിയേറി പാർത്തവരാണ്. അപ്പോൾ ഇത് ഓരോ സമൂഹവും കൊണ്ടുവന്ന സംസ്കാരത്തിൻ്റെ കൂട്ടിച്ചേർക്കലാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള നമുക്ക്, പ്രത്യേകിച്ച് ഒരു മാർത്തോമാ ശ്ലീഹായുടെ അപ്പസ്തോലിക പൈതൃകമുള്ള ഒരു സഭാ സമൂഹത്തിന് ഇവിടെ നമുക്ക് ഒരു ഗുണപരമായ സംഭാവന നൽകുവാനുണ്ട്. അത് നമ്മുടെ സംസ്കാരത്തിൽ ഊന്നിയതും വിശ്വാസത്തിൽ ഊന്നിയതുമായ ഒരു സംഭാവന. അതുകൊണ്ട് ഒരു ധാർമ്മികതയുടെ ഒരു ഔന്നത്യமான നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ സഭാ സമൂഹങ്ങൾക്ക് കഴിയണം. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവിടുത്തെ പൊതു നിലവാരത്തിൽ ഗണ്യമായ മാറ്റം ഉണ്ടാകും. നമ്മുടെ യുവാക്കളെ, യുവതികളെ ശ്രദ്ധിക്കേണ്ടത് ഈ വിഷയത്തിനാണ്. നമ്മുടെ പള്ളിയിൽ 10 പേര് എങ്ങും പോകാതെ ഇരിക്കുന്നതിന് വേണ്ടി അവരെ തളച്ചിടാനല്ല, ഈ അമേരിക്കൻ സമൂഹത്തിന് ഒരു ക്രൈസ്തവ സാക്ഷ്യം